അയ്യോടാ ചൈനീസ് ബോൾസും എല്ലാം താണ്ട് ഈ മഴ കാരണമാണോ എന്തുവെന്നറിയത്തില്ല. അതാണ്ട് നിറച്ച് പുഴു. ഇത് കണ്ടോ കണ്ടോ, ഇലയെല്ലാം തിന്ന് താണ്ട് താണ്ട് കണ്ടോ, ഇതെല്ലാം പുഴുത്ത് പോകുന്നു. പുഴുവുണ്ട് താണ്ട് താണ്ട് കണ്ടോ. ഇതിപ്പോ എല്ലാം അങ്ങ് തിന്ന് തീർക്കും. തിന്ന് തീർത്ത് അങ്ങ് പന്നലാവും. നമ്മള് ഇത് വേപ്പെണ്ണയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വേപ്പെണ്ണ ഇവിടെ ഇരിപ്പില്ല. മഞ്ഞൾ അയ്യത്തോ കിടപ്പുണ്ട്. പച്ച മഞ്ഞളുണ്ട്. നമുക്കൊരു കാര്യം ഉണ്ടാക്കെങ്കിൽ ഇങ്ങനാണെങ്കിൽ അതുകൊണ്ട് അതെല്ലാം ഉണ്ട്. അതിലെല്ലാം ഉണ്ട്. എല്ലായിടും പോച്ച കയറി താണ്ട്. പുല്ല് മഴയത്തല്ല, മഴയത്ത് പുല്ല് കളിച്ച് കയറിയേക്കുക കണ്ടോ. ഞാൻ നോക്കട്ടെ ഇവിടുന്ന് മഞ്ഞൾ ഉണ്ടോന്നേ. ഉണ്ട് ഇതാണ്ട്. എന്തുമാത്രം വേണം? ഞാൻ പറഞ്ഞു 2 കഷ്ണം പോരാ? 2 കഷ്ണം മതി. 2 കഷ്ണം മതി. ഒന്നും കൂടെ എടുക്ക്. പോരെ? മതിയോ? മതി. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതാണ്ട് ഓക്കെ. പോരെ? പൊടി എടുക്കാം, മഞ്ഞപ്പൊടി എടുക്കാം. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ ഒറിജിനലാണോ മഞ്ഞപ്പൊടി ഒറിജിനലാണോന്ന് അറിയത്തില്ല. അപ്പം ഇച്ചിരി നമ്മുടെ വീട്ടിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പച്ചമഞ്ഞളാണ്. അപ്പം അതൊന്ന് ചതച്ച് ഇതിൻ്റെ നീരെടുത്ത് ഇനി അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാം. അപ്പം ഇത് മഞ്ഞൾ ഇടിച്ച് ചതച്ച് വെള്ളത്തിൽ കലക്കിയത് ഞാൻ അരിപ്പയ്ക്കകത്ത് അരിക്കുക കണ്ടോ. ഇനിയും 1 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. മതി. ഇതിന് ഏതാണ്ട് കൊച്ചു ബോട്ടിലോട്ട് ഒഴിക്കുക. ഈ കുപ്പി എവിടെ നിന്ന് കിട്ടിയത്? ഈ കുപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും ചെറുത് എന്നാൽ നമുക്ക് ആ ചൈനീസ് ബോൾസത്തിൻ്റെയൊക്കെ ഇലയ്ക്ക് അടിയിലോട്ട് അടിച്ച് നല്ലപോലെ സ്പ്രേ പോലെ പോയി വീഴാൻ ഈ കൊച്ചു കുപ്പി ഏറ്റവും നല്ലത്. വലിയ കുപ്പി എടുത്താൽ പറ്റത്തില്ല. ഇതാണ്ട് ഇങ്ങനെ കണ്ടോ. ഇതാ ചെറിയ ബോട്ടിലിൻ്റെ മെച്ച ഇതാ. ഇനി അത് തന്നെയുമല്ല, ഇതിൻ്റെ അടിയിലോട്ടൊക്കെ വേണ്ട കണ്ടോ. നമുക്ക് നല്ല രീതിയിൽ ഇതിലെല്ലാം വീഴും കണ്ടോ. ഒരുപാട് പോകത്തുമില്ല. ഇല്ല വേണ്ട. ഇപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. ഇന്നിപ്പം വൈകിട്ട് അതിൻ്റെ ഇലയിലൊന്നും വെള്ളം ഒഴിക്കരുത്. താഴെ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അല്ലെങ്കിലും ചൈനീസ് ബോൾസിന് ഇലയിലൊന്നും വെള്ളം വീഴരുത്. താഴെ കൂടെ വെള്ളം ഒഴിക്കാവൂ. ഇനി അടിക്കണം. ഓരോന്നും ഇത് കണ്ടോ. കണ്ടോ ഇതെല്ലാം ഓരോ പിന്നെ ഈ പുഴുവും ഫംഗസും ഇതൊക്കെ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം ഇങ്ങനെ അങ്ങ് അടിച്ചിട്ടിരുന്നാൽ മതി. ഓരോന്നേലും ഇതിലും ഉണ്ട് പുഴു. അതെല്ലാത്തേലും വരും. കണ്ടോ അത് മുരടിച്ചതും ഒക്കെ അതുകൊണ്ടാണ്. ഇതിൻ്റെ അടിയിലൊക്കെ അടിച്ച് പുഴു കണ്ടോ തിന്നേക്കുന്നുണ്ട്. എല്ലാം ചുരുണ്ട് കണ്ടോ. പക്ഷേ ഈ വിനാഗിരി കൂടിപ്പോയാൽ ഇല ഉണങ്ങും. വിനാഗിരി ഇച്ചിരിയേ ആവാവും. അതിനാ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ. ഇതിപ്പോൾ ചൈനീസ് ബോൾസും തന്നെയല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ ചെടിക്കും ഇതൊഴിക്കാം. നല്ലതാണ്. ഈ ചെറുതാകുമ്പോൾ നമുക്ക് ഒത്തിരി തീരത്തേയില്ല. ഈ കുറേശ്ശെ നമുക്ക് അടിക്കാം. മറ്റേതൊക്കെ ആണെങ്കിൽ പറ്റത്തുമില്ല. അത് തന്നെയുമല്ല, ഈ ചെറുതായതുകൊണ്ടാണ്ട് ഇതിൻ്റെ എല്ലാ ഇടയിലോട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത്. ഒത്തിരി സമയം എടുക്കത്തില്ലേ? അത് ചെടി വേണ്ടവർ അതുപോലെ ബുദ്ധിമുട്ടി വേണം അത് ചെയ്യാൻ. അല്ലെ പിന്നെ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. ഇതുപോലെ കഷ്ടപ്പെട്ടാണ് ചെടി നടത്തേണ്ടത്.